തൃശൂരിൽ കെ.എസ്.യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കി. എസ്.എഫ്.ഐ പ്രവർത്തകരുമായുള്ള സംഘർഷത്തിൽ പ്രതികളായ കെ.എസ്.യു നേതാക്കളെയാണ് മുഖംമൂടി ധരിപ്പിച്ച് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വടക്കാഞ്ചേരി പോലീസ് ഹാജരാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, എന്താണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് പോലീസിനെ നയിച്ചത്? കാരണങ്ങൾ? രുചിഷ്, കഴിഞ്ഞ ദിവസമാണ് കെ.എസ്.യുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസിനെതിരെ വലിയ പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മാർച്ചിൽ പങ്കെടുത്ത് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും മറ്റും ഉന്നയിച്ചിരുന്നു. കെ.എസ്.യുവിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗണേഷ് ആറ്റൂരിനെ വീട്ടിൽ കയറി പോലീസ് ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ഈ എസ്.എഫ്.ഐ പ്രവർത്തകരുമായി ഒരു മാസം മുൻപുണ്ടായ ഒരു സംഘർഷത്തിൽ പ്രതിയാണ്, വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിൽ പ്രതിയാണ് ഗണേഷ് ആറ്റൂരും അതോടൊപ്പം തന്നെ കൂടെ അറസ്റ്റിലായിട്ടുള്ള അല്ലമീൻ, അസ്ലം കെ എന്നിവരും. ഇവരെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ചാണ് വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളുള്ളത്. ഭീകരവാദികൾക്ക് പോലെയൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിലേക്ക് ഹാജരാക്കുന്ന പോലീസിന്റെ ഒരു നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള ചില തർക്കങ്ങളും മറ്റുമുള്ള അതേ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളത് പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ നിലയിൽ പോലീസ് പെരുമാറിയത് അതൊരു ശരിയായ നിലപാടല്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. UAPA കേസിലും മറ്റ് ഭീകരവാദ കേസുകളിലുമൊക്കെ പ്രതിയായിട്ടുള്ള അതിഭീകരന്മാരെ കോടതിയിൽ കൊണ്ടുപോകുന്ന നിലയിലാണ് വിദ്യാർത്ഥി പ്രവർത്തകരെ കോടതിയിൽ എത്തിച്ചത്. ഇത് അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലയിലാണ് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യത്തിലടക്കം ഇതുവരെയും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ അവരെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി കോടതി കേസ് പരിഗണിച്ച് പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. ലെവിനി, കെ.എസ്.യുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? നിലവിൽ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ഈ ആളുകളെ ഇപ്പോൾ കോടതിയിൽ എത്തിച്ച് അവരുടെ നിയമ നടപടി ക്രമങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്ത് അവരെ കോടതി പരിസരത്താണ് കെ.എസ്.യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. അവർ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഉടൻ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കേസ്, ഈ തുടർ നടപടി എന്താണ്, കോടതി നടപടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഈ വിഷയത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഉടൻ തന്നെ പ്രതികരണം നടത്തും. ഈ ദൃശ്യങ്ങളിൽ വിദ്യാർത്ഥികളോട് ചിലരൊക്കെ സംസാരിക്കുന്നത് കാണാം. അവരൊക്കെ ആരാണ്? ആ തരത്തിൽ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രതികരണങ്ങൾ കിട്ടിയിട്ടുണ്ടോ? രുചിഷെ, ഈ കോടതിയിൽ എത്തിക്കുന്ന സമയത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും കെ.എസ്.യു യൂത്ത് കോൺഗ്രസ് നേതാക്കളുമാണ് ഇവരോട് സംസാരിക്കുന്നത്. അവർ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖംമൂടി ധരിപ്പിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഭീകരവാദികളെ കൊണ്ടുവരുന്ന പോലെയാണോ കോടതിയിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോഴും ഇതിനോട് പ്രതികരിക്കാതെ പോലീസ് മുന്നോട്ട് നടന്നു പോവുകയും പ്രതികളുമായി ഈ വിദ്യാർത്ഥി നേതാക്കളുമായി കോടതിയിലെത്തി അവിടേക്ക് എത്തുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വലിയ അമർഷം തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. പക്ഷേ അവർക്ക് ഈ ഘട്ടത്തിൽ കോടതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രതികരണവുമായി വരുന്നില്ല. അതിനുശേഷം തന്നെ ഈ കാര്യത്തിൽ പ്രതികരണം നടത്തുമെന്നാണ് ഈ ആളുകൾ പറയുന്നത്. ശരി ലെവിൻ, പോലീസിനെതിരെ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനം ഉയരുമ്പോഴാണ് മറ്റൊരു പ്രധാന വിമർശനം ഉയരുന്നത്. തൃശൂരിൽ കെ.എസ്.യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ചാണ് കോടതിയിൽ വടക്കാഞ്ചേരി പോലീസ് ഹാജരാക്കിയത്. ഇപ്പോൾ അത് കോടതിയിൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയായിരുന്നു ലെവിൻ കെ വിജയൻ.